നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് ഇന്ന് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഫേസ് 1 ഫേസ് 2 രണ്ട് ഫേസ് ആയിട്ടാണ് ഈ പ്രിലിംസ് എക്സാം നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ രണ്ട് ഫേസും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ കുറച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫേസ് 1 അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ഫേസ് 2 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് എങ്ങനെ വരും, ഫേസ് 1കാർക്ക് നിരാശപ്പെടേണ്ടി വരുമോ തുടങ്ങിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഓരോ ഫേസിലും എത്ര മാർക്ക് വരെയുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം, അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പം എങ്ങനെ പഠിച്ചു തുടങ്ങണം, പ്രത്യേകിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഉറപ്പില്ലാത്തവർ എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് വീഡിയോ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തുടക്കത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ടാൻഡം പി എസ് സി എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ഫേസ് 2 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ് 2 ഫേസ് 1 അപേക്ഷിച്ചിട്ട് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഫേസ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാം കൂടി നമ്മൾ ഓരോ ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി നമ്മളൊന്ന് ഓടിച്ചൊന്ന് നോക്കാം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്ഥിതി എന്നുള്ളത്. തുടക്കത്തിലൊക്കെ പിന്നെ ചില ചോദ്യങ്ങളൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും കുറച്ചുകൂടി മാത്സിന്റെ ഭാഗത്തൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും പറയാനില്ല. എന്നിരുന്നാലും കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് പിന്നെ മാത്സ് ആണ് വരുന്നത്. ഒരു ചോദ്യം കഴിഞ്ഞ് പിന്നെ മാത്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ തന്നെ മാത്സ് വരുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ഒരു പിന്നെ ടൈം കിട്ടുമല്ലോ എന്നുള്ള പ്രയാസമൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വെച്ചാൽ ബാക്കിയൊക്കെ ഉത്തരം കിട്ടുന്നത് തന്നെയായിരുന്നു. പക്ഷെ ഓപ്ഷനൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത ഓപ്ഷനുകളൊക്കെ വന്ന ചോദ്യങ്ങൾ ചിലതുണ്ടായിരുന്നു. പിന്നെ നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ 73 74 എന്നൊക്കെ വരുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിലൊക്കെയാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പോൾ x-4 x-2 x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 എന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. x-4 x-2 x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ഉത്തരം കിട്ടാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം നമുക്കറിയാം ഇത് ഇവിടെ നമ്മൾ തിരിച്ചു നോക്കുക, x-2 x-4 ഇത് കണ്ടാൽ തുടർച്ചയായിട്ടുള്ള ഒന്നിടവിട്ടിട്ടുള്ള മൂന്ന് സംഖ്യകളാണിത് അല്ലെ? x-2 x-4 ഈ മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തരം രണ്ടാണ് വ്യത്യാസം വരുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള ഒന്നിടവിട്ടുള്ള സംഖ്യകളായിരിക്കും. ഇവ അഭാജ്യ സംഖ്യകളാണെന്നാണ് പറഞ്ഞത്. എക്സിന്റെ കാര്യം പറഞ്ഞില്ല, x-2 x-4 ഇത് മൂന്നും അഭാജ്യ സംഖ്യകളാണെന്ന് പറഞ്ഞത്. അപ്പൊ ഒറ്റ കാര്യം ഓർത്തുന്നത് ഇരട്ട സംഖ്യകളാകാൻ ഒരു വഴിയുമില്ല. കാരണം ഒന്നിനോട്ട് ഇരട്ട സംഖ്യകൾ ഒരിക്കലും അഭാജ്യ സംഖ്യ ആകൂല. ഇരട്ട സംഖ്യകളുടെ കൂട്ടത്തിൽ 2 മാത്രമേ അഭാജ്യ സംഖ്യ ഉള്ളൂ അല്ലെ? ബാക്കിയൊക്കെ ഭാജ്യ സംഖ്യകളാണ്. 4 ആണെങ്കിൽ 2ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ അത് ഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അത് ഇരട്ട സംഖ്യകളല്ല, ഇത് ഒന്നിടവിട്ട ഒറ്റ സംഖ്യകളാണെന്ന് ഉറപ്പായി. ഇനി ഒറ്റ സംഖ്യകൾ അഭാജ്യ സംഖ്യകളാവണമെങ്കിൽ അത് ആദ്യത്തെ ഒറ്റ സംഖ്യകളായിരിക്കണം. പ്രത്യേകിച്ച് 3 5 7 ഇത് 3 ഭാഗവും മാത്രമേ തുടർച്ചയായിട്ടുള്ള 3 ഒറ്റ സംഖ്യകൾ അഭാജ്യ സംഖ്യകളാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും പിന്നെ ഏതെങ്കിലും ഒന്നിന്റെ ഗുണിതമായിട്ട് വരും. 3ൽ ഏതെങ്കിലും ഒന്ന്. ഇപ്പൊ 7 മുതൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് 9 ആണ് അല്ലെ? 9 നമുക്ക് 3ന്റെ ഗുണിതാണെന്ന് അറിയാം. പിന്നെ അങ്ങനെയാണ് പോകുമ്പോൾ 11 ഇല്ല, 13 ഇല്ല, പിന്നെ 15 വരുന്നത് 5ന്റെ ഗുണിതാണ്, പിന്നെ 17 ഇല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ 21 പിന്നെ ഗുണിതാണ്. അങ്ങനെ ഇടവിട്ട് 3 സംഖ്യകൾ കൂടുമ്പോൾ മൂന്നാമത്തെ സംഖ്യ എങ്ങനെയായാലും 3ന്റെ ഗുണിതമായിട്ട് വരും. അപ്പോൾ ഈ ഫസ്റ്റിലുള്ള 3 സംഖ്യകൾ മാത്രമേ വരുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് സംഖ്യ കിട്ടി. അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ് അല്ലെ? ആ രീതിയിൽ ഉത്തരം കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ പലിശയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം നമുക്കറിയാം ഇവിടെ 2% കൂടുതൽ പലിശക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. 5 വർഷത്തേക്ക് 2% പലിശ എന്ന് പറയുമ്പോൾ 10% പലിശയായില്ലേ? ഒരു വർഷമാണ് 2% എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ പലിശയാണ്. 5 വർഷത്തിൽ 10% പലിശയാണ്. 10% പലിശ 5000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുക 50,000 ആണെന്നുള്ളത് പെട്ടെന്ന് കിട്ടും. അങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവാരമുള്ള ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ടിക്കറ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ തെറ്റും ശരിയൊക്കെ ഉണ്ടാകും. ഒരാൾ എക്സാം എഴുതിയിട്ടുള്ള അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് അത് കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഈ ചോദ്യമൊക്കെ അത്യാവശ്യം നിലവാരമുള്ളതായിരുന്നു. ഈ 6.25 ഒക്കെ നിലവാരമുള്ള ചോദ്യമായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നിട്ട്
ബോർഡ് മാസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സമയമെടുത്ത് ചെയ്യേണ്ട സംഗതിയായിരുന്നു അല്ലെ. ഈ രാജ്യ കിഴക്ക് വശത്തേക്ക് പോയി പറ്റത്തൊക്കെ ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഈ ഭാഗത്ത് ചോദിക്കാൻ കുറച്ചുകൂടി ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ബാക്കോട്ടും മുന്നോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇതിൽ. അവസാനം പൈതഗോറിയൻ തിയറി പ്രകാരം സിമ്പിൾ ആണ്, ഉത്തരം കിട്ടാൻ പണിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്ന ചോദ്യമായിരുന്നു. അതോടൊപ്പം അടുത്തത് ഈ സുമേഷിന് ഇത് നല്ല ടൈം എടുക്കുന്ന സമയമാണ്. കാരണം ഈ 19ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് പിന്നെ അതേപോലെ 5 റാങ്കുകൾ പിന്നിലാണെന്ന് പറയുമ്പോൾ 5ആണോ കൂട്ടേണ്ടത്, 4ആണോ കൂട്ടേണ്ടത്, 6ആണോ കൂട്ടേണ്ടത്, ഇതൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും എക്സാം ഹാളിൽ നോക്കുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഒക്കെ 72, 73, 74, 75ആണ്. അത് ഒരു നമ്പർ എവിടെയെങ്കിലും കൂടുന്നത് തെറ്റിയാൽ പോലും ഓപ്ഷനിൽ അത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതും നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യമായിരുന്നു. അതേപോലെ അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. രാജരാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് വിക്രം, രാധയുടെ മകനാണ്, രാധ അരുണിന്റെ അമ്മയും. അങ്ങനെ പോയിട്ട് ഒരുപാട് ബന്ധങ്ങൾ പറഞ്ഞിട്ട് ഉള്ള ചോദ്യമാണ്. സംഭവം ചോദ്യം സിമ്പിൾ ആണെങ്കിൽ കൂടി ഇത് പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും രാമും രാജും തമ്മിൽ അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റും. അപ്പൊ അതിനും ടൈം എടുക്കേണ്ട ചോദ്യമായിരുന്നു. അങ്ങനെ കുറച്ച് മാത്സിന്റെ ഭാഗത്ത് കുറച്ച് അതേപോലെ ടയറിന്റെ പിന്നെ ഡയമീറ്റർ തന്നിട്ട് 1000 പ്രാവശ്യം കറങ്ങിയത്, അതായത് അതിന്റെ ചുറ്റളവൊക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചോദ്യം കുറച്ച് പിന്നെ റേഞ്ചിലെ ചോദ്യം തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. തൂഫത്തുൽ മുജാഹിദീനും സ്ഥിരമായിട്ട് പഠിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള 2 മാമാങ്കം കളിപ്പാട്ടും പെരുമാൾ തിരുമൊഴിയും ഒക്കെ അധികം ആരും കേൾക്കാത്ത പുസ്തകങ്ങളാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലെ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള. കാരണം ഇതിലിപ്പോ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ വർഷം ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഓക്കെയാണ്. ഇപ്പൊ റൗലറ്റ് ആക്ട് ഒക്കെ നമ്മൾ ഇന്നലെ പോലും പിന്നെ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ ജാലിയൻവാല ബാഗും റൗലറ്റ് ആക്ടും ഒക്കെ പിന്നെ നമ്മൾ എന്താ പറയാ മാരത്തോൺ സീരീസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗാൾ വിഭജനം വർഷം അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇതിൽ ഫസ്റ്റ് ബംഗാൾ വിഭജനമാണ്, ഫസ്റ്റ് 3ആണെന്നുള്ളത് അറിയുകയാണെങ്കിൽ തന്നെ ഇതിൽ ആൻസർ കിട്ടും അല്ലെ. ബാക്കിയുള്ളതൊക്കെ പിന്നീട് വരുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗാൾ വിഭജനമാണ് ഇതിൽ ഫസ്റ്റ് എന്ന് അറിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. പിന്നെ 20 ദിന പരിപാടി, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നോക്കും, ഇതിലിപ്പം ആകെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഈ ഒരു സംഭവം ബിൽ ഓഫ് റൈറ്റ്സ്, പിന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഈ ഒരു സാധനം അറിയുകയാണെങ്കിൽ മാത്രം C1 എന്ന് അറിയുകയാണെങ്കിൽ മാത്രം C1 ഉള്ള ഒരേ ഓപ്ഷൻ ഇതിലുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. C1 ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ C3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഈ ഒരു സംഗതി മാത്രം അറിഞ്ഞാൽ മതി, ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിൽ. ഇത് നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ കടമെടുത്തതെന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം മാത്രം അറിയുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. മറ്റേതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചതും അതിനുശേഷം റൂസ്വെൽറ്റ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള പിന്നെ ആ ഡയലോഗൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് തോന്നുന്നുണ്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളൂ. ഏകദേശം ഒക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ ഡെൽറ്റ നദികളുടെ നിക്ഷേപം, അതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ജോഗ്രഫിയിൽ പറയുന്ന കാര്യമാണ്. ജോഗ്രഫിയിലുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരുന്നു ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ പിന്നെ ഈ പശ്ചിമഘട്ടം, പിന്നെ ഒരുപക്ഷെ പാലക്കാടും ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഏതൊക്കെ പർവ്വതനിരകളാണ് അവിടെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. പിന്നെ എക്കണോമിക്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നീതി ആയോഗിന്റെ കാര്യമാണെങ്കിലും ഒക്കെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻ ആയിരുന്നു അല്ലെ. അതിന്റെ കാരണം അത് തന്നെയാണോ എന്നുള്ളത് പലപ്പോഴും പിന്നെ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ കാരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായത്. പിന്നെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സിമ്പിൾ ചോദ്യമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിൾ തന്നെ പറയാം. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ലോക്പാലിന്റെ അധ്യക്ഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ നമ്മൾ പിന്നെ ഗ്രൂപ്പിൽ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള PDF വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുപ്രീം കോടതി, ഇതാണ് കുറച്ചൊരു ഇതിൽ ഭാഗത്ത് പിന്നെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ചോദ്യം ഉള്ളത്. പിന്നെ ഈ കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതി അധികാര പരിധിയിൽ വരുന്നതാണ്. അതൊരു പിന്നെ സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. പിന്നെ ഈ പഞ്ചായത്ത് പിരിച്ചു വിട്ടാൽ നമ്മൾ പിന്നെ പഞ്ചായത്ത് LSC സെക്രട്ടറിയുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂട്യൂബിലിട്ട ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒരു സംഭവമാണിത്.
പിന്നെ ഇതിൽ മൗലിക കടമകൾ ഉൾപ്പെടാത്തത് ഇന്നലെ നമ്മൾ സെക്രട്ടറിയുടെ മെയിൻസിന് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ പിന്നെ മനിയാന്നാണെന്ന് തോന്നുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഭേദഗതി വരുത്താനുള്ള നടപടിക്രമം ഏത് ഭാഗത്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കൂർമാന നിരോധന വിരുദ്ധ നിയമം അത് നമ്മൾ 52ാം ഭേദഗതിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീക്കിലായിട്ട് നമ്മൾ പിന്നെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഫേസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുർബാന നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം നമ്മൾ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗോലഖ്നാഥ് കേസൊക്കെ നമ്മൾ ഈ കേസുകളൊക്കെ നമ്മുടെ ഈ പിന്നെ എന്താ പറയാ കേശവാനന്ദ ഭാരതി കേസ്, ബുർബാരി കേസ്, ഗോലഖ്നാഥ് കേസ് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മെയിൻ സെറ്റിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 40 പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലായിരുന്നു നേരത്തെ. പിന്നീട് 73ാം ഭേദഗതിയോട് കൂടി പഞ്ചായത്ത് രാജ് നമ്മൾ പിന്നെ ഭരണഘടനയിൽ പിന്നെ ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രീതിയിലൊക്കെ അതേപോലെ ഈ മലയാളം പിന്നെ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് വന്ന ചോദ്യങ്ങളൊക്കെ ഒരു സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യം ഈ ആർ രാജവർമ്മയുടെ ചോദ്യം കുറച്ചൊരു ഡിഫിക്കൽട്ടുള്ള ചോദ്യമാണ്. എന്നാലും നമ്മൾ ഇപ്പൊ ഈ ഒരു കുറഞ്ഞ കാലത്ത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ലിറ്ററേച്ചറിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വലിയ തിരക്കടില്ലാത്ത ചോദ്യങ്ങളാണ്. നമുക്ക് ആൻസർ ചെയ്യാൻ കുറച്ചുകൂടിയൊക്കെ പറ്റുന്ന ചോദ്യങ്ങളാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു 50ാമത്തെ ചോദ്യം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ അറിയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു. ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാടാണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. അത് അറിയുകയാണെങ്കിൽ തന്നെ C1 എന്ന ഓപ്ഷനുള്ള ഒരേ ഒരു ഒന്നേ ഉള്ളൂ, ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റുമായിരുന്നു. പിന്നെ ആദ്യത്തെ പത്രമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ എല്ലാ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളും അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് അല്ലെ, പ്രതീക്ഷിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ചൊരു നിലവാരമുള്ള ചോദ്യം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശമാണ് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ മോണ്ടൽ പ്രോട്ടോകോൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജോഗ്രഫിയുടെ ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ. പിന്നെ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നമ്മൾ ഇന്നലെ മാരത്തോളിൽ ചോദിച്ചു പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. മാരത്തോളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഈ പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ മാരത്തോളിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ബാച്ചിൽ ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇത് ഇന്നലെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഈ ഒരു ചോദ്യം ഈ ഒരു ഫോറിന്റെ പ്രയോഗം ഇന്നലെ നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സിൻസ് 4 വരുമ്പോൾ എങ്ങനെയാണ് സിൻസ് 4 വരുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് വരിക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. സിൻസ് എവിടെയാണ് ഉപയോഗിക്കുക, ഫോർ എവിടെ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാരത്തോള് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മാരത്തോള് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. വോയിസ് ഇത് പിന്നെ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ ആ ട്രിക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമം ഒന്നും പഠിക്കണ്ട, ആ ഒരു ബി ഫോമിന്റെ രീതിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതും അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഈ ലിറ്റിൽ വാട്ടർ ഞാൻ ഇന്നലെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സ്ലൈഡിൽ ഉണ്ടായിരുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് എടുത്തില്ല. പക്ഷെ നമ്മൾ സെക്രട്ടറിന്റെ ബാച്ചിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും ലിറ്റിൽ എന്നാൽ തീരെ ഇല്ല എന്നുള്ള രീതിയിൽ അർത്ഥമാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കുന്ന തരം ചോദ്യങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ദ ട്രെയിൻ ഡാഷ് വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇന്നലെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഭവം, ആദ്യം നടന്ന സംഭവം, രണ്ടാമത് നടന്ന സംഭവം, ആ ഓർഡറൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എൽഡർ ടു ഓൾഡർ ദാൻ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാരത്തോണിൽ പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത് സംഖ്യ പറഞ്ഞിട്ട് പിന്നെ സിംഗുലറെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ ഈ അയാമ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ആ രീതിയിലൊക്കെ. പിന്നെ മലയാളത്തിന്റെ ഭാഗം എന്ന് പറയാൻ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു മലയാളത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഇതേ ചോദ്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാരത്തോണിൽ അല്ലെ. ഏകദേശം 300ഓളം ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഈ ശുപാർശ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശുപാർശയല്ല ശുപാർശയാണെന്നൊക്കെ
നിലവാരത്തോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മലയാളത്തിന്റെ ഭാഗത്ത് പറയാം, നല്ല ഒരു നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മൊത്തം എത്ര ഭാഗം, എത്ര സെക്കൻഡ് സ്റ്റേജിൽ ഓരോ ഭാഗത്തും എത്ര വീതം മാർക്കുകൾ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു 12 മുതൽ 15 വരെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ഇംഗ്ലീഷ് ഒരു 12 to 15 എല്ലാവർക്കും കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം എല്ലാവർക്കും പഠിച്ചിട്ടുള്ള, അത്യാവശ്യം ഒന്ന് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടും. പിന്നെ മലയാളം ആണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. ഒരു 5 to 7 പ്രതീക്ഷിച്ചാൽ മതി, അത്രേ മലയാളത്തിൽ കിട്ടുള്ളൂ. 5ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമുക്ക് വരുന്നത് മാത്സിന്റെ ഭാഗമാണെങ്കിൽ മാത്സ് കുറച്ചൊരു നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു 10 to 15 മാത്സിലും സ്കോർ ചെയ്തിട്ടുണ്ടാകും എല്ലാവരും. പിന്നെ ജി കെയുടെ ഭാഗത്ത് നിന്ന് 50 ചോദ്യത്തിൽ നിന്ന് ഒരു 30 to 40 സ്കോർ ചെയ്തിട്ടുണ്ടാവും. 30 to 40 സ്കോർ ചെയ്തിട്ടുണ്ടാവും. 30ഒക്കെ ഒട്ടുമിക്ക എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു 12, 5, 17, 27, 27, 30, 57 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതിൽ നെഗറ്റീവ് ഒക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു 53, 54 ആ റേഞ്ചിലൊക്കെ ഈ സെക്കൻഡ് ഫേസിന്റെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വല്ലാതെ ഉയരാനൊന്നും സാധ്യത കാണുന്നില്ല. ഒരു 53, 54 റേഞ്ചിൽ കട്ട് ഓഫ് വരാനുള്ള ഒരു സാധ്യതയാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. അപ്പൊ സെക്കൻഡ് ഫേസുകാർ അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലെ. സെക്കൻഡ് ഫേസുകാർക്ക് ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് നോർമലൈസേഷൻ കിട്ടുമോ എന്നുള്ള കാര്യം. കൂടുതൽ ഒരു കാര്യം പിന്നെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 16 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം ഫേസ് കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം വൈകും. അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ പിന്നെ 2 നിന്നുള്ള പിന്നെ പ്രിലിംസിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രം നമ്മൾ ഈ പേപ്പർ 2 വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ക്ലാസ് എടുത്ത ഭാഗത്ത് നിന്ന് മാത്രം ഒരു 4ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മുതൽ ക്ലാസ് കുറച്ചുകൂടി പിന്നെ എണ്ണം കൂട്ടിയിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഈ മെയിൻസിന്റെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പക്ക ഇതായിട്ടുള്ള എന്താ പറയാ ഇതിന്റെ ചിത്രമൊക്കെ തെളിഞ്ഞതിന് ശേഷം പക്ക സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അതേപോലെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പിന്നെ ഈ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഭാഗമാണ്. അതേപോലെ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ളത് വരുന്നുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം കവർ ചെയ്യും. അതിനുശേഷം ഈ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ രീതിയിലായിരുന്നു നമ്മുടെ ക്ലാസ് പോകുക. കൃത്യമായിട്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഏതൊരു ചോദ്യം വന്നാലും ഏത് രീതി ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ എടുക്കും. സ്പെഷ്യൽ ടോപ്പിക് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ LSCSന്റെ കോഴ്സൊക്കെ ഫോളോ ചെയ്ത ആളുകളാണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഡാറ്റാബേസിന്റെ ക്ലാസ് എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു ഡൊമൈൻ നോളജിന്റെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയാണ് DATABase ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7034327690 9544166690. ഇത് 2 ബാച്ചാണ് നമുക്കുള്ളത്. ഒന്ന് സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള ബാച്ചാണ്. സ്പെഷ്യൽ ടോപ്പിക്കും GKയും അടക്കമുള്ള ബാച്ചാണെങ്കിൽ നമുക്ക് 1499 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. ചെറിയൊരു ഫീസാണുള്ളത്. ഇനി നിങ്ങൾക്ക് പേപ്പർ 2 മാത്രം മതിയെങ്കിൽ, പേപ്പർ 2 എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല, പേപ്പർ 2 വരുന്ന എല്ലാ ടോപ്പിക്കും എടുക്കുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് ബാച്ച് 2. അതിന് നമുക്ക് വെറും 1099 രൂപയാണ് വരുന്നത്. അത് ജൂൺ 30-നുള്ളിൽ, അതായത് ഇന്നും നാളെയും മറ്റന്നാളും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുള്ള ആളുകൾ ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് പിന്നെ നോർമലൈസേഷൻ എത്രത്തോളം നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഫേസിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഫേസിന്റെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ സെക്കൻഡ് ഫേസിൽ ഫസ്റ്റ് ഫേസിനേക്കാളും നേടാൻ കഴിയും. ഒരേ ലെവലിലുള്ള ആളാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരാൾ തന്നെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എക്സാം എഴുതുകയാണെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് ഫേസിൽ നേടിയതിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും അധികം സെക്കൻഡ് ഫേസിൽ നേടാൻ കഴിയും. സെക്കൻഡ് ഫേസിന് ഒരുപാട് വ്യത്യാസങ്ങൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യന്റെ ലെവല് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം ടൈം കൺസ്യൂമിങ്, അതായത്
പേപ്പർ ഫേസ് 1 മാത്സിനൊക്കെ നല്ല അതേപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒരുപാട് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ തന്നെ അര പേജൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും അത്രയും സമയം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 70 ക്വസ്റ്റ്യൻ വരെയൊക്കെ ആയിരുന്നു ഈ ഫസ്റ്റ് വയസ്സുകാർക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയത്. ആൻസർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു 70 ക്വസ്റ്റ്യൻ എത്തിയപ്പോഴത്തേക്കും തന്നെ എക്സാം കഴിഞ്ഞു പോയ ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഫേസ് 2ന്റെ അവസ്ഥ മറ്റൊന്നാണ്. ഇവിടെ അത്ര വലിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വലിയൊരു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ ടൈം എടുക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്സിന്റെ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 80 ആൻഡ് എബോവ് ക്വസ്റ്റ്യൻ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻസർ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. 100 ക്വസ്റ്റ്യനും വായിച്ചു കഴിഞ്ഞ ആളുകൾ വരെ എക്സാം ഉണ്ട്. ഞാൻ പല ആളുകളോട് സംസാരിച്ചപ്പോൾ ഒരു 30ഓളം ആളുകളോട് സംസാരിച്ചപ്പോൾ അതിൽ 10ഓളം ആളുകൾ 100 ചോദ്യവും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവർക്ക് അറിയുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ 100 ചോദ്യവും വായിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. 85 പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടിയ ടൈമിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം രണ്ട് ഫേസും തമ്മിലുണ്ട്. അതൊക്കെ നമ്മുടെ എക്സാമിന്റെ മാർക്കിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ PSC എത്രത്തോളം ഈ ഫസ്റ്റ് ഫേസുകാരോട് നീതി പുലർത്തുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോർമലൈസേഷൻ ചെയ്ത സമയത്തുള്ള ഒരു ഇതാണെങ്കിൽ ഒരു 5 മാർക്കൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ഫേസുകാർക്ക് കൂടുതൽ കിട്ടാം. ഒരു 45 കിട്ടിയ ആൾക്ക് പ്ലസ് ഒരു 5 കൂടിയൊക്കെ ചിലപ്പോൾ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിലും ഈ 55 എന്ന് പറയുന്നതിലേക്ക് എത്താൻ പ്രയാസമാണ് 45 കിട്ടിയ ഒരാൾക്ക്. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ PSC അതിന്റെ ഒരു നിലവാരമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കട്ട് ഓഫ് കുറച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ മെയിൻസിൽ ഉൾപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട്. ഏത് രീതിയിലും വരെ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എങ്ങനെയായിരുന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഒരു 45 മാർക്ക് കിട്ടിയ ആള്, ഫസ്റ്റ് ഫേസിൽ 45 മാർക്ക് കിട്ടിയ ആള്, അതിനേക്കാൾ 2-3 മാർക്ക് കുറഞ്ഞ ആളുകൾക്കും, ഇത് ഞാൻ ജനറൽ കാറ്റഗറിയാണ് പറഞ്ഞത്, അതിൽ 2-3 മാർക്ക് കുറഞ്ഞ ആളുകൾക്കും ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ഒരു 1-2 മാർക്ക് കൂടി താഴെയുള്ളവർക്കൊക്കെ തുടങ്ങാം. അപ്പൊ അങ്ങനെ ഒരു സംശയമുള്ള ആളുകൾക്ക്, കിട്ടുന്ന ഉറപ്പില്ലാത്ത ആളുകൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കിത് കിട്ടുന്ന ഉറപ്പില്ല, ഞാൻ എന്ത് ചെയ്യണം, പഠിക്കണോ? പഠിക്കാതെ നിൽക്കേണ്ട. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ലിസ്റ്റൊക്കെ വരുന്നിട്ട് പിന്നെ എക്സാമിനേക്ക് വല്ലാതെ സമയം കിട്ടൂല. നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ഒരു 90 ദിവസമാണ് നമുക്ക് എക്സാമിനുള്ളത്. ഇതിൽ ഈ ലിസ്റ്റ് വരാൻ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും എടുക്കും. പിന്നെ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 2 മാസം പോലും പിന്നെ ലിസ്റ്റ് വന്നിട്ട് സമയം കിട്ടില്ല. അപ്പോഴേക്കും ഈ വലിയ ടോപ്പിക് ഒരിക്കലും നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉള്ള ആളുകൾ, അതായത് ഒരു പക്ഷെ കിട്ടിയേക്കാം എന്ന് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉള്ള ആളുകളും, ഫസ്റ്റ് ഫേസിൽ ഒരു 40 മാർക്കിൽ കൂടുതലുള്ളവർ, സെക്കൻഡ് ഫേസിൽ ഒരു 50 മാർക്കിൽ കൂടുതലുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിക്കണം, അങ്ങനെ സംശയമുള്ള ആളുകൾ എങ്ങനെ പഠിക്കണം, നമുക്ക് സിലബസ് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് അതിന്റെ സിലബസ്. ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾ മാത്രം ഈ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഇപ്പൊ പഠിച്ചാൽ മതി. ഫസ്റ്റ് മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂള് പക്ക സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയാം. അതിൽ കാര്യമായിട്ട് എല്ലാ എക്സാമിനും വരുന്ന കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അത് നിങ്ങളിപ്പോ പഠിക്കുക വേണ്ട. ഞാൻ പറഞ്ഞത് പിന്നെ ഉറപ്പില്ലാത്ത ആളുകളുടെ കാര്യം പറഞ്ഞത്, ഈ 2 മൊഡ്യൂൾ നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് അതിന് ശേഷം പഠിക്കാൻ സമയമുണ്ട്. ബാക്കിയുള്ള മൊഡ്യൂളുകളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൊഡ്യൂൾ 3ഉം 4ഉം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ സംഗതികളും എല്ലാ പരീക്ഷയ്ക്കും വരുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് പരിഗണിക്കാനേ പറ്റൂല. ഇതിപ്പോ നിങ്ങൾ എല്ലാവർക്കും പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ മൊഡ്യൂൾ 3, 4, പിന്നെ 5, 6. 5 എന്ന് പറഞ്ഞാൽ കേരളാസ് എക്കോണമിയാണ്. കേരളാസ് എക്കോണമിന്റെ എന്നുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. അത്ര ആയത്തിൽ ഇല്ലെങ്കിൽ കൂടി ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഒക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദ്യം വരാറുള്ളതാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. പിന്നെ അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ നിന്ന് പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ വരാറുണ്ട്. അതേപോലെ പോവർട്ടിയെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാ മിക്ക എക്സാമിനും വരാറുള്ളതാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നത് കഴിഞ്ഞതിന് ശേഷം. അതേപോലെ ഈ മൊഡ്യൂൾ 7 പക്ക എന്താ പറയാ GK ആണെന്ന് പറയാം അല്ലെ. ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പറ്റിയ ടോപ്പിക്കാണ്. കാരണം കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ നമ്മുടെ പ്രിലിംസിന്റെ സിലബസിൽ പോലുള്ളതാണ്. ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാട്ടിക് സിസ്റ്റം, റിവേഴ്സ് ഓഫ് കേരള, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, വാട്ടർ, എയർ ആൻഡ് സോയിൽ തുടങ്ങിയ എല്ലാ കണ്ടാമിനൻസ് ഒക്കെ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഭാഗമാണ്. അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്,
ബയോസ്ഫിയർ റിസർവ്സ്, ഇതൊക്കെ നമ്മുടെ പ്രിലിംസിന് അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഗ്ലോബൽ വാർമിംഗ് ഇന്നും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. ഓസോണ് ഇന്നും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടാവാറുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ 7 നമുക്ക് പഠിച്ചു തുടങ്ങാം. മൊഡ്യൂൾ 8ഉം എല്ലാവർക്കും ഏകദേശം പഠിച്ചു തുടങ്ങാൻ തന്നെ. മൊഡ്യൂൾ 8ലുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചും ഒക്കെ മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങൾ 1-2 ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് പഠിച്ചാൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള എക്സാമുകൾക്ക് ഉപകരിക്കുന്ന ടോപ്പിക് തന്നെയാണ്. പിന്നെ ഇ ഗവേണൻസിൽ വരുന്ന ഒട്ടുമിക്ക ടോപ്പിക്കുകളും എല്ലാ പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടാകുന്നതാണ്. ഇതിൽ കുറച്ചുകൂടി ഒന്ന് നമുക്ക് പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നത് മാനേജ്മെന്റ്, MIS, DSS, എക്സ്പേർട്ട് സിസ്റ്റം, ഡാറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഈ ഒരു ഭാഗമാണെങ്കിൽ നമുക്ക് ലാസ്റ്റേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ എല്ലാ പരീക്ഷകൾക്കും ആ ഭാഗത്തൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിലേക്ക് ഈ ടോപ്പിക്കിന്റെ ഒരു സിലബസിന്റെ ഏകദേശം എല്ലാ ഭാഗവും പേപ്പർ 1 ഏതായാലും ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്, പ്രിലിംസിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പേപ്പർ 2വിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് ഒരു 2-3 മൊഡ്യൂൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരിക്കലും ലിസ്റ്റ് വന്നിട്ട് ഞാൻ പഠിക്കുമെന്ന് വിചാരിച്ച് കാത്തിക്കരുത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ, എല്ലാവർക്കും ലിസ്റ്റിൽ വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് പഠിച്ചു തീർക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നിരാശരാവേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഇന്ന് തന്നെ തുടങ്ങുക. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഒക്കെ വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ ഉപകരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു 3 മൊഡ്യൂൾ മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയൊക്കെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.